ഹായ് കൂട്ടുകാരെ, ഇത് ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു പാർക്കാണ്. ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറയും. നമ്മുടെ വീടിൻ്റെ കുറച്ച് ദൂരമേ ഉള്ളൂ, കടയ്ക്കലായിട്ട് വരും. ഫസ്റ്റ് കയറിപ്പോകുമ്പോൾ ഇങ്ങനെ ഒരു ഇൻട്രോയാണ് കാണുന്നത്. നല്ല രസമാണ് കാണാൻ. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ജീവിയുടെ വായിൽ കൂടിയാണ് കയറി പോകേണ്ടത്. പിന്നെ ഒരുപാട് മരങ്ങളും ചെടികളും ഒക്കെ അവർ അവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരച്ഛനും അമ്മയും കൂടിയാണ് ഇത് നോക്കി നടത്തുന്നത്. ഇത് പഞ്ചായത്തിൻ്റെ വക പാർക്കാണ്. ഫ്രീയാണ്, കുഞ്ഞുങ്ങൾക്കൊക്കെ കളിക്കാൻ വൈകുന്നേരങ്ങളിൽ പോയിരിക്കാൻ ഒക്കെ നല്ലൊരു സ്ഥലമാണ്. ഏകദേശം ഒരു 4 മണി തൊട്ട് 7:30 വരെയൊക്കെ കാണും. എല്ലാവരും പോകുന്നത് വരെ. കുറച്ചുകൂടി നിൽക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അവർ അത് കഴിഞ്ഞ് ക്ലോസ് ചെയ്യാറുള്ളൂ. പിന്നെ ഒരുപാട് റൈഡ്സുകളൊക്കെ ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് റൈഡ്സുകളുണ്ട്. ഒരുപാട് കുഞ്ഞുങ്ങൾ വരികയും ചെയ്യും. എല്ലാവരും കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, വലിയവരും വന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനുള്ള നല്ലൊരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. നല്ല രസമാണ്. ഞാൻ നേരത്തെ കാണിച്ചതെന്ന് പറഞ്ഞാൽ മറ്റേ എണ്ണയുണ്ടല്ലോ, എണ്ണപ്പന, അതിലെ കാ പിടിച്ച് നിൽക്കുന്നതാണ്. അത് നല്ല പഴുത്ത് റെഡിയായി നിൽക്കുന്ന, കണ്ടാൽ ഈത്തപ്പഴമെന്ന് തോന്നും, അത് എണ്ണപ്പനയാണ്. നല്ലോണം ആ ഇരിക്കുന്ന ആളാണ് അതിൻ്റെ സംഭവങ്ങളെല്ലാം ചെയ്യുന്നതിൻ്റെ നോക്കി നടത്തിപ്പുകാർ. അദ്ദേഹം തന്നെയാണ് ഈ പാർക്ക് നല്ലോണം കൊണ്ടുപോകുന്നത്. നല്ലോണം പുല്ലൊക്കെ വെട്ടി റെഡിയാക്കി നല്ല രസമായിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് പ്രത്യേകിച്ച് ആ മാമനെ അറിയാമെന്നുള്ളതാണ്. നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് ആദ്യം താമസിച്ചിരുന്നത്. ഇപ്പോൾ അവർ ഈ പാർക്കിൻ്റെ അടുത്തായിട്ടാണ് താമസിക്കുന്നത്. പിന്നെ ഐശുവിനെ ഇതുപോലെ എല്ലാത്തിലും കൊണ്ടുപോയി, അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു, എല്ലാം എൻജോയ് ചെയ്തു. ഇതിലൊക്കെ ആദ്യമായിട്ട് കയറുന്നതാണ്, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആകുമ്പോൾ പേടിയാവുമെന്ന് വിചാരിച്ചു. പക്ഷെ ഒരു പേടിയുമില്ല, നല്ല സന്തോഷത്തിലിരുന്ന് കളിച്ചു. പിന്നെ നല്ല കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ട്രെയിനൊക്കെ ഉണ്ട്. മോനെ അതേ കയറ്റിയില്ല, അവൾ ചെറുതല്ലേ, അതുകൊണ്ട് അവളെ അതേ കയറ്റിയില്ല. മറ്റു കുഞ്ഞുങ്ങളൊക്കെ കയറി കളിച്ചായിരുന്നു. അതെല്ലാം കണ്ട് നമ്മൾ ഇവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് നിൽക്കുകയായിരുന്നു. പിന്നെ കുറച്ച് നേരം അവളെ കൊണ്ടുപോയി ആ പുല്ലിലിരുത്തിയപ്പോൾ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. മുഖം കണ്ടിട്ട് അത്ര അങ്ങോട്ട് പിടിച്ചില്ല. പിന്നെ ആണ്ട ഈ സംഭവത്തിലെ കൊണ്ടിരുത്തി കുറച്ച് അതിലിരുത്തി ആട്ടയൊക്കെ ചെയ്തു. നമ്മൾ ചെല്ലുമ്പോൾ അത്ര ജനങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരു കുറച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങളും പാരൻസും എല്ലാം വന്നായിരുന്നു. നമ്മളും അവരുടെ കൂടെ കുറേ നേരം നിന്ന് കളിച്ചു, സ്പെൻഡ് ചെയ്തു. നല്ല ഹാപ്പിയായി, മനസ്സിന് റിലാക്സ് കിട്ടും. കൊച്ചു കുഞ്ഞുങ്ങളുടെ കളിയും അവരുടെ സന്തോഷവും കാണുമ്പോൾ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. പിന്നെ ഏകദേശം ഒരു 7 മണിയൊക്കെ ഞങ്ങളും തിരിച്ചു. കുറച്ച് അവളെയും കളിപ്പിച്ചു, അവൾ ഹാപ്പിയായി. ഞങ്ങളും കുറച്ച് കഴിഞ്ഞ് ഞങ്ങളും തിരിച്ചു. നമ്മളെയൊക്കെ ചെറുപ്പകാലത്തൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കൊന്നുമില്ല അല്ലേ. ഞങ്ങൾ ചെറുതായിരുന്ന സമയത്ത് നമുക്ക് ചിൽഡ്രൻസ് പാർക്കും ഇല്ല, ഒരു പാർക്കും ഇല്ല. നമ്മൾ അപ്പുറം ഇപ്പുറമുള്ള 5-6 കുട്ടികളുമായിട്ട് കളിക്കും, വൈകുന്നേരം വരെ കളിക്കും. അത് കഴിഞ്ഞ് വീട്ടിൽ പോകും, പിന്നെ പഠിക്കാനിരിക്കും, ഫുഡ് കഴിക്കും, രാവിലെ എണീക്കുന്നു, സ്കൂളിൽ പോകും. നമുക്ക് ഇതുപോലെ കൊണ്ടുപോയി കളിപ്പിക്കാനോ ഇതുപോലെ കൊണ്ടുപോകാനൊന്നും അന്ന് അതിനുള്ള സൗകര്യങ്ങളോ ഇതുപോലെ പാർക്കുകളോ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ വല്ല ആണ്ടിലോ ആവണിയിലോ ഒക്കെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഒന്ന് ബീച്ചിലോ അങ്ങനെ ബീച്ച് ഒന്ന് കൊണ്ട് കാണിക്കും, ഒന്ന് കാല് നനയ്ക്കും. അത് തന്നെ ഏറ്റവും വലിയ കാര്യം. അതും തിരുവനന്തപുരം, നമ്മൾ തിരുവനന്തപുരം ജില്ലയാണ് ആദ്യം താമസിച്ചിരുന്നത്. അവിടുത്തെ ബീച്ചുകളിലൊക്കെ ഒന്ന് കൊണ്ടുപോകും. അതൊക്കെ തന്നെ ഓർമ്മകളല്ലേ നമ്മുടെയൊക്കെ കാലം. പിന്നെ അന്ന് ഒരുപാട് ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് മക്കൾക്ക് അങ്ങനത്തെ ഫ്രണ്ട്സൊന്നും ഇല്ല. അവരുടെ സന്തോഷം ഇതുപോലെ ഏതെങ്കിലുമൊക്കെ പാർക്കുകളിൽ വരുമ്പോഴും ഇതുപോലെ 10 കുട്ടികളെ കാണുമ്പോഴും ഉള്ളൊരു സന്തോഷമേ അവർക്കുള്ളൂ. നമ്മുടെ സമയത്ത് കുട്ടികൾക്കൊന്നും ഒരു പഞ്ചുമില്ല, ഇഷ്ടം പോലെ എവിടെ നിന്നൊക്കെ വരുമെന്തോ. ആരുടെ വീടൊന്നും അങ്ങനെയൊന്നുമില്ല. കിട്ടുന്ന വീട്, കിട്ടുന്ന സ്ഥലം, കിട്ടുന്നിടം, എല്ലാവരിടത്തും എല്ലാ മക്കളും ഒരുപോലെ തന്നെ. അങ്ങനെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി. പിന്നെ പറയാൻ വിട്ടുപോയ കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മുടെ പാർക്കിനേക്കാളും ഏറ്റവും തിരക്കുള്ളൊരു സ്ഥലം ഞാൻ കാണിച്ചു തരാം. തിരക്കെന്ന് പറഞ്ഞാൽ വമ്പൻ തിരക്കാണ്.
നമ്മൾ ഇവിടെ ഞാൻ ചെന്ന സമയത്ത് വലിയ തിരക്കില്ലായിരുന്നു. ഞാൻ വരാറായപ്പോൾ നല്ല നീണ്ട ക്യൂ ആണ്. ബിവറേജാണ് ഗേസ്, ബിവറേജ്. അവിടുത്തെ തിരക്ക് കണ്ടോ.